ഹലോ. അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഇന്നലെ ഇവിടെ നോമ്പ് തുറപ്പുണ്ടായിരുന്നേ. ഇക്കാടെ ഉമ്മച്ചിമാരെ ആണ്ടും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചാണ് നമ്മൾ നോമ്പ് തുറ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ ഇവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ റോഡ് പണി നടക്കണോണ്ട് തന്നെ ഭയങ്കര പൊടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പൊടി മാത്രം ഒന്ന് തൂത്ത് കളഞ്ഞതാണ്. ചവറായിട്ടൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദേ ഋതുവിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കി അവനും ഫുഡ് കൊടുത്തിട്ട് നേരെ അടുക്കളയിലോട്ടാണ് പിന്നെ പോയത്. അവിടെ ദേ മാമി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതുപോലെ തന്നെ ദേ സവാളയും ഉള്ളിയൊക്കെ അരിഞ്ഞ് തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി ഇത് കുക്ക് ചെയ്യുക എന്നുള്ള പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും കുറച്ച് പണി കൂടുതൽ കാണും. ഇന്ന് ജസ്റ്റ് ഒരു ചിക്കൻ കറി മാത്രമേ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ വെക്കാനായിട്ട്. അപ്പം ഞാൻ ദേ ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴട്ടിയിട്ട് അതിലോട്ട് സവാളയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് അത് നല്ല രീതിയിൽ വഴട്ടി അതിനകത്തോട്ട് പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ സെപ്പറേറ്റ് വെച്ച് ഞാനൊന്ന് വറുത്താണ് ചേർത്താം. അപ്പോൾ അത് എല്ലാ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. പറ്റിയതാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്ത് ചിക്കൻ കറി ഇവിടെ അടച്ച് വെച്ച് വേവിക്കണേ. അപ്പോഴത്തേക്കും ദേ ഇവിടെ ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് പിന്നെ ഈ ദുആ കേൾക്കാൻ വേണ്ടി പോയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ അടുക്കളയിൽ ഇവിടെ മരിച്ചിനൊക്കെ വേവിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല മരിച്ചിനിയും അതുപോലെ പള്ളിയിലെ കഞ്ഞിയും. നമ്മൾ സാധാരണ പള്ളിയിൽ നിന്നാണ് വാങ്ങണത്. അപ്പോൾ ഇന്ന് വീട്ടിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ ചിക്കൻ കറി ഒന്ന് ഇറക്കാറായി. അപ്പോൾ അതിലോട്ട് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് അത് നല്ലവണ്ണം ഓഫാക്കി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ കറി സെറ്റായി. ഇനി നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും ജ്യൂസ് അടിക്കാനും അരിഞ്ഞു വെക്കാനൊക്കെ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ഇക്കാടെ അനിയത്തിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇന്ന് നമുക്ക് ജ്യൂസായിട്ട് 2 ജ്യൂസാണുള്ളത്. ഒന്ന് തണ്ണിമത്തൻ ജ്യൂസും, തണ്ണിമത്തൻ ജ്യൂസില്ലാത്തൊരു ദിവസം ഇല്ല. പിന്നെ രണ്ടാമത്തേന്ന് പറയണത് ഈ പൈനാപ്പിളിൻ്റെ ഒരു സ്കോഷ് പോലത്തെ സാധനമായിരുന്നേ. അങ്ങനെ ആ 2 ജ്യൂസും സെറ്റാക്കി വെച്ച് ഫ്രൂട്ട്സായിട്ട് ഇന്ന് മുന്തിരിയും തണ്ണിമത്തനും മുസമ്പിയും ഓറഞ്ചൊക്കെ ആയിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒറട്ടിയും ബെറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഇക്കടെ അനിയത്തിയും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വീടിൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് നമ്മൾ 3 പേരൂടെ പോയത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്കുണ്ടല്ലോടോ അതേ ഇവിടെ മഴയത്തിക്ക ഋതുവിനെ കൊണ്ട് കുളിപ്പിക്കാമെന്നും പറഞ്ഞ് തലയിൽ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. സാധാരണ അവൻ പുറത്ത് പോകാൻ എന്തിനും തുള്ളിച്ചാടി നിൽക്കുന്നതായിരുന്നു. അങ്ങനെ കുറച്ച് നേരം മഴയിലൊക്കെ നനച്ചിട്ട് കയറിയപ്പോഴത്തേനും ബാങ്ക് വിളിക്കാൻ ഇവിടെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് വിളിച്ചു. നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്ന് ഫുഡായിട്ട് നമുക്ക് മെയിനായിട്ട് കഴിക്കാൻ ബെറോട്ടയും ഒറട്ടിയും അതുപോലെ തന്നെ മരിച്ചിനിയും അപ്പം നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നോമ്പ് കുറിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ദിവസത്തെ എൻ്റെ റമദാൻ ഡേയിലെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.